ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മരിപ്പൂവിൻ്റെ ഇന്നത്തെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചി ജോലിക്ക് പോവുകയാണെന്ന് പറയുന്ന സമയത്ത് രവി പറയുന്നുണ്ട്, നീ എന്തായാലും ഇന്ന് ഓട്ടം പോകണ്ട മോനെ, ഇന്നലെ ഒട്ടും ഉറങ്ങിയിട്ടില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും, ഇല്ല അച്ഛാ, നേരത്തെ ഏറ്റിരുന്ന ഓട്ടമായിരുന്നു, അതുകൊണ്ട് പോവാതിരിക്കാൻ പറ്റുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്ന് പോവാണ് കേട്ടോ. സച്ചിക്ക് പിന്നാലെ തന്നെ രവിയും പോകുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ചന്ദ്ര രേവതിയെ രൂക്ഷമായി തന്നെ നോക്കുകയാണല്ലേ. രേവതിയാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയുന്നില്ല, പെട്ടെന്ന് തന്നെ അകത്തേക്ക് കയറി പോവുകയും ചെയ്യുന്നുണ്ട്. പിറ്റേന്ന് നേരം പുലരുന്ന സമയത്ത് രേവതി അടുക്കളയിൽ ഓരോ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഈ ഒരു സമയത്ത് ഹാളിലിരിക്കുകയായിരിക്കട്ടെ ചന്ദ്ര. പെട്ടെന്ന് തന്നെ ശ്രുതി അങ്ങോട്ടേക്ക് വരുന്ന കാണുമ്പോഴത്തേക്ക് ചന്ദ്ര ചോദിക്കുന്നുണ്ട്, നീ എന്താ നമ്മൾ ഇത്ര ലേറ്റ് ആയതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും, ഞാൻ ജോലിക്ക് പോകാനായിട്ട് ലേറ്റ് ആയി പോയി ആൻറ്റി, ഇന്നലെ ഒരുപാട് വൈകിയല്ലേ കടന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും, ചിലരുടെ പൂക്കെട്ടൽ കാരണം ബാക്കിയുള്ളവരുടെ ഉറക്കം കളഞ്ഞല്ലോ, എന്നിട്ട് എന്തെങ്കിലും ലാഭം എനിക്കുണ്ടായേ. ശ്രുതി, മോളുടെ ബ്യൂട്ടി പാർലറിന് എൻ്റെ പേരിട്ടുണ്ട്, ചന്ദ്ര ബ്യൂട്ടി പാർലർ എന്ന് പറയുമ്പോൾ ശ്രുതി ഒന്ന് പതറുകയാണ്. എന്നിരുന്നാലും ശ്രുതി പുറമെ ചിരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക കേട്ടോ. ഉടനെ തന്നെ ചന്ദ്ര വീണ്ടും പറയുന്നുണ്ട്, ആ ബ്യൂട്ടി പാർലറിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു വിഹിതം മോൾ ആന്റിക്ക് കൊണ്ട് തരാറില്ലേ, അതാണ് മോൾക്ക് ആന്റിയോടുള്ള സ്നേഹം എന്നൊക്കെ சொல்லிட்டு, ആന്റിയെ ഞാൻ എൻ്റെ സ്വന്തം അമ്മയെ പോലെയാണ് കാണുന്നത്, അതുകൊണ്ടാണ് ആന്റിക്ക് ഞാൻ മാസാമാസം ചെലവിനായിട്ട് കുറച്ച് പൈസ തരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഒന്ന് ചന്ദ്രയെ പൊക്കി പിടിക്കാൻ കേട്ടോ. എല്ലാം അടുക്കളയിൽ നിന്നുകൊണ്ട് രേവതി കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. അതിനുശേഷം ചന്ദ്ര വീണ്ടും പറയുന്നുണ്ട്, ചിലരൊക്കെ ഉണ്ട് ഇവിടെ എന്നോട് ചോദിക്കാതെ എൻ്റെ പേരും ഇട്ടു, എൻ്റെ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ഒരു പൂക്കടയും ഇട്ടു, എന്നിട്ട് 100 രൂപ പോട്ടെ വരുന്നതിനെങ്കിലും എന്തെങ്കിലും ചെലവ് അതൊന്നും പറഞ്ഞുകൊണ്ടെങ്കിലും തന്നിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ രേവതിനെ കുത്തിക്കൊണ്ട് ഇങ്ങനെ പറയുന്ന കേൾക്കുമ്പോഴത്തേക്കും രേവതി വേഗം അടുക്കളയിൽ ജോലി നിർത്തിയിട്ട് മേളത്തിലേക്ക് കയറി പോവാണ്. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മുടെ ചന്ദ്ര രേവതിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ശ്രുതി പറയുന്നുണ്ട്, ആന്റി അവള് മുകളിലേക്ക് കയറി പോയിട്ടുണ്ട്, രേവതി മിക്കവാറും ആന്റിക്ക് ഒരാളെ പൈസ എടുക്കാൻ പോയതായിരിക്കും, ഞാൻ എന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് വരട്ടെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി രേവതി പോയതിന് തൊട്ട് പിറകെ തന്നെ റൂമിന്റെ സൈഡിൽ വന്ന് ഒളിച്ചു നോക്കുകയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് രേവതി അലമാരിൽ നിന്ന് പൈസ എടുത്തിട്ട് കൃത്യമായി തന്നെ എണ്ണുകയാണ്. ഈ ഒരു കാഴ്ച കാണുമ്പോഴത്തേ ശ്രുതി വേഗം താഴത്തേക്ക് വന്നിട്ട് ചന്ദ്രനായിട്ട് പറയുന്നുണ്ട്, ആദ്യം അവൾ അവിടെ നിന്ന് പൈസ തരുന്നുണ്ട്, എനിക്ക് തോന്നുന്നു ആന്റിക്ക് അതിൻ്റെ ഒരു വിഹിതം തരാനാണെന്ന് തോന്നുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും, അതേലെ എനിക്കും തോന്നിയായിരുന്നു അവൾ മേളിലേക്ക് പോയ സമയത്ത് പൈസ എനിക്ക് തരാനായിരിക്കുന്നു, എനിക്ക് തരാതെ അവൾ എവിടെ പോകാൻ എന്നൊക്കെ ചന്ദ്ര പറയുകയാണ്. അതായത് മൊത്തം നമ്മൾ ചന്ദ്ര വിചാരിച്ചത് രേവതിക്ക് കിട്ടിയിരിക്കുന്ന പൈസ മുഴുവനായിട്ടും തൻ്റെ കൈ കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലതെന്ന് വിചാരിച്ചാണ് ചന്ദ്ര ഓരോരോ കാര്യങ്ങൾ രേവതിനെ കുത്തി സംസാരിക്കുന്നത്. ഈ ഒരു സമയത്താണ് രേവതി താഴത്തേക്ക് ഇറങ്ങി വരുന്നത്. പെട്ടെന്ന് തന്നെ ഇരുവരും കൂടി അങ്ങ് വിഷയം മാറ്റുന്നുണ്ട്. ചന്ദ്ര പറയുന്നത്, ആ ക്രീം മുഖത്തിട്ട് കഴിഞ്ഞാൽ നല്ല ആളല്ലേ, എനിക്കും തോന്നിയിരുന്നു അത് ഇട്ട് കഴിഞ്ഞാൽ മുഖം നന്നായിട്ട് പളപളാ മിന്നുമെന്ന് അറിയാമായിരുന്നു എന്നൊക്കെ ഇന്ന് ചന്ദ്ര പറയുമ്പോഴത്തേക്കും, ശരിയാതി ആ ക്രീം നല്ലതാണ് നമ്മുടെ ശ്രുതിയും പറയുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ രേവതി വന്നിട്ട് അമ്മേ എന്ന് 2-3 വിളിച്ചിട്ട് നമ്മുടെ ചന്ദ്ര മൈൻഡ് ചെയ്തിട്ട് ചന്ദ്ര ശ്രുതിയോട് ഭയങ്കരമായിട്ട് തന്നെ തോരാതെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, ആന്റീനെ രേവതി വിളിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക്, എന്നെ വിളിച്ചായിരുന്നു, എന്നെ വിളിച്ചതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക്, അതല്ല അമ്മേ, ഞാൻ പൈസ എടുക്കാൻ വേണ്ടി പോയതായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ, എനിക്കറിയാം പൈസ എടുക്കാൻ പോയതായിരുന്നു എന്ന്, എന്തേ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ, എന്താ വിശേഷം എന്നൊക്കെ ചന്ദ്ര ചോദിക്കുമ്പോഴത്തേക്കും, എന്ത് വിശേഷം, ഒന്നുമില്ല എന്ന് രേവതി പറയുന്നുണ്ട്. ഒന്നുമില്ല എന്ന് ചന്ദ്ര ഒന്നുകൂടി ചോദിക്കുന്ന സമയത്ത്, ഒന്നുമില്ല അമ്മ, ഞാനൊന്ന് പൂക്കടയിലേക്ക് പോവുകയാണ്, അടുപ്പത്ത് സാമ്പാർ വെച്ചിട്ടുണ്ട്, അതൊന്ന് ശ്രദ്ധിച്ചേക്കണം എന്ന് പറഞ്ഞിട്ട് രേവതി അവിടെ നിന്ന് പോവാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ചന്ദ്രയുടെ എല്ലാ പ്രതീക്ഷയും തകരുകയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മുടെ ശ്രുതി പറയുകയാണ്, രേവതി അകത്തുനിന്ന് പൈസ ഉണ്ടെന്ന് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ആന്റിക്ക് തരാനായിരിക്കുമെന്ന്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും, എനിക്കറിയാമായിരുന്നു അവൾ എനിക്ക് പണം തരില്ല, അവളുടെ അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കാൻ പോയതായിരിക്കും പണം, എന്തായാലും എനിക്കെല്ലാം നഷ്ടമല്ലേ സംഭവിച്ചിരിക്കുന്നത്, അവൾക്ക് വേണ്ടിയിട്ട് അന്നേ ദിവസം ഫുള്ളും കറണ്ട് ഇട്ടു, അതിന്റെ കറണ്ട് കാശ്, അതുമാത്രമല്ല ഒരു റൂം ഫുള്ളും കൊടുത്തു, അതിന്റെ വാടക കാശ്, മാത്രമല്ല ഇവർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടായി കൊടുത്ത ഗ്യാസിന്റെ കാശ്, അതെല്ലാം തന്നെ എനിക്ക് നഷ്ടമാണ്, അതിന്റെ ഒരു 10 പൈസ പോലും അവൾ എനിക്ക് തന്നില്ല എന്നൊക്കെ ചന്ദ്ര പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും ശ്രുതി വേഗം തന്നെ വല്ലാതാവുകയാണ്. പെട്ടെന്ന് തന്നെ ചന്ദ്ര പറയുന്നുണ്ട്, എന്തായാലും മോളെന്തായാലും പൊക്കോ, മോക്ക് ജോലിയുള്ളതല്ലേ, ഇനി ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതിനെ അവിടെ നിന്ന് ചന്ദ്ര പറഞ്ഞു വിടുകയാണ്. ചന്ദ്രയ്ക്കാണെങ്കിലോ ഉത്തരത്തിലുള്ളവട്ട് എടുക്കാനും പറ്റത്തില്ല, കഷ്ടത്തിലുള്ളവട്ട് പോവുകയും ചെയ്യുന്ന അവസ്ഥയിൽ അവിടെ നിൽക്കുകയാണ് കേട്ടോ. ഇതേ സമയം തന്നെ രേവതി നേരെ ചെല്ലുന്ന കാർ സ്റ്റാൻഡിലേക്കാണ്. കാർ സ്റ്റാൻഡിൽ ചെന്നതിന് ശേഷം മഹേഷിനെ വിളിക്കുന്ന സമയത്ത്, എന്താ രേവതി ഇവിടെ, സച്ചിയുടെ ഇല്ല, സച്ചി ഓട്ടോ സ്റ്റാൻഡിലായിരിക്കുമെന്ന് പറയാം കേട്ടോ. ഇത് കേൾക്കുന്ന സമയത്ത് രേവതി പറയുന്നുണ്ട്, എനിക്കറിയാം സച്ചേട്ടൻ ഇവിടെ ഇല്ല, മഹേഷിനെ കാണാൻ വന്നാണെന്ന് രേവതി മറുപടി പറയുന്നുണ്ട്. എന്നെ കാണാനോ എന്ന് മഹേഷ് ചോദിക്കുന്ന സമയത്ത് തന്നെ കാർത്തിക്കും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ രേവതി പറയുകയാണ്, രാജാവിനെ പോലെ സ്വന്തം കാർ ഓടിച്ചുകൊണ്ടിരുന്നാണ് സച്ചേട്ടൻ, പക്ഷെ ഇപ്പോൾ ഓട്ടോ ഓടിക്കുന്ന കാണുമ്പോഴത്തേക്കും, അതുമല്ല വരുമാനം തീരെ കുറവാണെന്നൊക്കെ രേവതി പറയുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ കാർ ഓടിക്കുന്ന അത്രയും വരുമാനം ഓട്ടോ ഓടിച്ച് കിട്ടുകയില്ല, രാപ്പകലില്ലാതെ അധ്വാനിച്ചാൽ മാത്രമാണ് നല്ലൊരു എമൗണ്ട് കയ്യിൽ കിട്ടുകയുള്ളൂ, പിന്നെ സച്ചോട് ഞങ്ങൾ പറഞ്ഞതായിരുന്നു ഞങ്ങൾ മേടിച്ച തുക മാസം കുറച്ച് തരാമെന്ന്, പക്ഷെ അവൻ അതിന് സമ്മതിച്ചില്ല എന്നൊക്കെ മഹേഷ് പറയുമ്പോഴത്തേക്കും, മഹേഷേട്ടൻ അറിയാലോ സച്ചേട്ടൻ്റെ സ്വഭാവം, അങ്ങനെ മേടിച്ച് ജീവിക്കുന്ന ഒരാളും അല്ല സച്ചേട്ടൻ എന്നൊക്കെ തന്നെ രേവതി പറയുമ്പോഴത്തേക്കും, അതൊക്കെ ഞങ്ങൾക്ക് അറിയാം, ഇപ്പൊ രേവതി എന്താ വന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും, ഞാൻ സച്ചേട്ടന് വേണ്ടി കാർ എടുത്ത് കൊടുക്കാൻ തീരുമാനിച്ചെന്ന് രേവതി പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ മഹേഷിനും കാർത്തിക്കിനെയൊക്കെ ഭയങ്കര സന്തോഷമാവാൻ കേട്ടോ.
അതിനുശേഷം ചോദിക്കുന്നുണ്ട് എവിടെ നിന്നാണ് കാർ എടുക്കുന്നത്, എന്താ പുതിയ കാർ എടുക്കുന്നത് ഏകദേശം 10 ലക്ഷം രൂപയുടെ അടുത്ത് വരും. അതെന്തായാലും നമുക്ക് ഒപ്പിക്കാൻ പറ്റില്ല, അതുകൊണ്ട് നമുക്ക് സെക്കൻഡ് കാർ നോക്കാം. അതാകുമ്പോഴത്തേക്കും കുറച്ച് എമൗണ്ട് കൊടുത്തിട്ട് അവർ പറയുന്ന എമൗണ്ട് കൊടുത്തിട്ട് ബാക്കി എമൗണ്ട് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടച്ചാൽ മതി. ഇതിനു മുന്നേ ഞാൻ സച്ചിയും കൂടി ഒരു കാർ പോയി കണ്ടിരുന്നു. ആ കാർ അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ അതിന്റെ എമൗണ്ട് അവന്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് മേടിക്കാറുന്നതൊക്കെ മഹേഷ് പറയുന്ന സമയത്ത് രേവതി പറയുന്നുണ്ട് സച്ചിന് ഇഷ്ടപ്പെട്ട കാറിൽ നിന്ന് നമുക്ക് പോകാം മഹേഷ് ഏട്ടാ എന്ന് പറയുമ്പോഴത്തേക്കും അത്രയും പണം അതിന് രേവതിയുടെ കയ്യിലുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അത്രയും എൻ്റെ കയ്യിലില്ല എന്ന് രേവതി മറുപടി പറയുകയാണ്. അത് കുഴപ്പമില്ല, നമുക്ക് കുറച്ച് തുക അവരാദ്യം പറയുന്ന തുക നമ്മൾ കിട്ടിയാൽ മതി, ബാക്കി പൈസ കുറച്ചായിട്ട് മാസാമാസം അടച്ചാൽ മതി എന്നൊക്കെ മഹേഷ് പറയുകയാണ്. അങ്ങനെ നമ്മുടെ മഹേഷും കാർത്തിക്കും രേവതിയോടും കൂടി കാർ ഷോറൂമിലേക്ക് ചെല്ലുകയാണ്. അവിടുത്തെ ഓണറെ കണ്ട് സംസാരിക്കുന്ന സമയത്ത് രേവതിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ടൊക്കെ മഹേഷ്. അപ്പോൾ രേവതിയോട് പറയുന്ന ഭർത്താവിന് സർപ്രൈസ് ആയിട്ട് കാറൊക്കെ മേടിച്ചെടുക്കാനാണല്ലോ, എന്തായാലും നല്ല തീരുമാനമായി. ഓണർ പറയുന്ന സമയത്ത് മഹേഷ് ചോദിക്കുന്നുണ്ട് അന്ന് ഞാനും സച്ചിയും കൂടി കണ്ട കാർ അത് വിറ്റ് പോയിട്ടൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അതൊന്നും വിറ്റ് പോയിട്ടൊന്നുമില്ല, ഒരുപാട് പേര് വന്ന് ആ വണ്ടിയെ കുറിച്ച് ചോദിച്ചു, എന്നാൽ ചെറിയ ചെറിയ പണികളുള്ളത് കൊണ്ട് ഞാനിത് പിന്നത്തേക്ക് വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പം രീതിക്ക് അത് കണ്ടീഷൻ ചെയ്തിട്ട് ഇന്നലെ ഞാൻ കൊണ്ടേ ഇറക്കിയതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ സച്ചി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ വണ്ടി അവിടെ തന്നെ ഉണ്ട്, നിങ്ങൾ പോയി ഇഷ്ടപ്പെട്ടിട്ട് പറഞ്ഞാൽ മതി എന്നൊക്കെ ഈ ഓണർ പറയുന്ന സമയത്ത് രേവതി വേഗം പറയുന്നുണ്ട് എന്നാൽ വാ മഹേഷേട്ടൻ നമുക്ക് ആ വണ്ടിയിൽ നിന്ന് പോയി കാണാം എന്ന് പറഞ്ഞുകൊണ്ട് മഹേഷിനെ കൂട്ടിക്കൊണ്ട് ആ ഒരു വണ്ടി പോയി കണ്ടു. വണ്ടി കാണുന്ന സമയത്ത് രേവതിക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. കാരണം നമ്മുടെ നേരത്തെ സച്ചി ഓടിച്ചിരുന്ന വണ്ടിയിൽ നിന്ന് ചെറിയൊരു കളർ വ്യത്യാസം മാത്രമായിട്ട് വന്നിട്ടുള്ളൂ. വണ്ടിയുടെ അകത്തൊക്കെ കയറി സീറ്റൊക്കെ നല്ലതാണെന്നൊക്കെ രേവതി നോക്കുന്നൊക്കെ ഉണ്ട്. അതിനുശേഷം മഹേഷ് ചോദിക്കുന്നു വണ്ടി ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇത് ഇഷ്ടപ്പെട്ടു, സച്ചിനെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ വണ്ടിയല്ലേ, അപ്പോൾ ഇത് തന്നെ നമുക്ക് ഉറപ്പിക്കാമെന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും ഈ ഷോറൂമിൻ്റെ ഓണറുടെ അടുത്ത് വരികയാണ് കേട്ടോ. വന്ന ഉടനെ തന്നെ അദ്ദേഹം ചോദിക്കുന്നുണ്ട് എന്തായാലും സച്ചിക്ക് സർപ്രൈസ് കൊടുക്കാനുള്ള കാർ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇഷ്ടപ്പെട്ടു എന്ന് രേവതി മറുപടി പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ പറയുകയാണ് എന്നാൽ നമുക്ക് പൈസയുടെ കാര്യങ്ങളിലേക്ക് നടക്കാം, ഈ കാർ മേടിക്കണമെങ്കിൽ 4 ലക്ഷം രൂപ എടുത്ത് വരും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും രേവതി ഒന്ന് പതറുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ രേവതി പറയുന്നുണ്ട് എൻ്റെ ഇപ്പം അത്രയും തുകയില്ല എന്ന് പറയുമ്പോഴത്തേക്കും വേണ്ട, അത്രയും തുക വേണ്ട, ഇപ്പം നിലവിൽ 1.5 ലക്ഷം രൂപ അടച്ചാൽ മതി, ബാക്കി തുക ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടച്ചാൽ മതി, ചെറിയ നിസ്സാര പൈസയെ വരികയുള്ളൂ എന്നൊക്കെ ഷോറൂമിൻ്റെ ഓണർ പറയുന്ന സമയത്ത് രേവതിയുടെ മുഖം വേഗം മാറുകയാണ്. തൻ്റെ കയ്യിൽ ഇത്രയും പണം ഇപ്പോൾ ഇല്ല, നാളെ 2 ദിവസം തനിക്ക് താമസം തരുമോ എന്ന് രേവതി ചോദിക്കുന്ന സമയത്ത് 2 ദിവസം താമസം തരാൻ പറ്റുകയില്ല, ഞാൻ പറഞ്ഞു നാളെ വരെ വെയിറ്റ് ചെയ്യാം, 2-3 പേര് എന്നോട് ഈ ഒരു കാർ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഒരു ദിവസത്തിൽ കൂടുതൽ എനിക്ക് വെച്ചുകൊണ്ടിരിക്കാൻ സാധിക്കില്ല എന്ന് ഓണർ പറയുമ്പോഴത്തേക്കും ഇദ്ദേഹത്തിന് ഒരു കോൾ വരുമായിട്ട് ഇദ്ദേഹം വേഗം കോൾ വിളിച്ചുകൊണ്ട് മാറിപ്പോവുകയാണ്. ഈ ഒരു സമയത്ത് മഹേഷ് ചോദിക്കുന്നുണ്ട് എന്താ പെങ്ങളെ എന്ത് പറ്റി, പൈസ തികയില്ല എന്ന് ചോദിക്കുമ്പോഴത്തേക്കും പൂമാലയെ കെട്ടിയിട്ട് കൊടുക്കാനുള്ളത് കൊടുത്തതിന് ശേഷം ബാക്കി 1.25 ലക്ഷം രൂപയേ ഉള്ളൂ എന്നൊക്കെ രേവതി പറയുമ്പോഴത്തേക്കും അതാണ് 25,000 രൂപയല്ലേ, അത് വേണേൽ ഞാൻ എവിടെന്നെങ്കിലും ഒപ്പിച്ചേരാമെന്ന് മഹേഷ് പറയുകയാണ്. പെട്ടെന്ന് തന്നെ രേവതി പറയുന്നുണ്ട് അത് വേണ്ട മഹേഷേട്ടൻ ഇനി ഈ ഒരു ഭാരവും കൂടെ കയറ്റി വെക്കണം, ഞാൻ എങ്ങനെയും പൈസ എവിടെന്നെങ്കിലും ഒപ്പിച്ചുകൊണ്ട് വന്നോളാം എന്നൊക്കെ രേവതി പറയുകയാണ്. അങ്ങനെ കോളൊക്കെ വിളിച്ചതിന് ശേഷം ഇദ്ദേഹം അതായത് ഷോറൂമിൻ്റെ ഓണർ വന്ന് ഇവരുടെ അടുത്ത് വന്നിട്ട് ചോദിക്കാൻ എന്തായി എല്ലാ കാര്യങ്ങളും ഓക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഓക്കെയാണ്, നാളെ തന്നെ മുഴുവൻ പണവുമായിട്ട് വരുന്നതായിരിക്കും, മറ്റാർക്കും കാർ കൊടുക്കരുതെന്ന് മഹേഷ് പറയുമ്പോഴത്തേക്കും സച്ചിക്ക് സർപ്രൈസ് ആയിട്ട് ഭാര്യ മേടിച്ചു കൊടുക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഈ കാർ വേറെ ആർക്കും തന്നെ വിൽക്കുന്നില്ല, ഇനിയിപ്പോൾ ആരൊക്കെ ഇതിന് കൂടുതൽ വില പറഞ്ഞു വന്നാലും ഞാൻ കൊടുക്കുകയില്ല എന്നൊക്കെ ഓണർ പറയാട്ടെ. അങ്ങനെ കാറിന്റെ കാര്യങ്ങളെല്ലാം തന്നെ അവിടെ സെറ്റാക്കി വെക്കുകയാണ്. പിന്നീട് നമ്മുടെ രേവതി പരിസരബോധം ഇല്ലാതെയാണ് റോഡിന്റെ സൈഡിലൂടെ നടന്നു വരുന്നത്. അതായത് ഈ 25 ലക്ഷം എവിടെ നിന്ന് ഒപ്പിക്കുമെന്നുള്ള ആകെ ടെൻഷനിലാണ് കേട്ടോ. ഈ ഒരു സമയത്താണ് ദേവു അതിൽ വരുന്നത്. ദേവു വന്നിട്ട് രേവതി ചേച്ചി എന്നൊക്കെ വിളിക്കുന്നുണ്ടെങ്കിൽ രേവതി ഇതൊന്നും കേൾക്കുന്നില്ല. രേവതി പെട്ടെന്ന് തന്നെ ദേവതി ചേച്ചി എന്താ വിളിച്ചിട്ട് കേൾക്കാത്തെന്ന് ഉറക്കെ വിളിക്കുമ്പോഴത്തേക്കാണ് ദേവുവിനെ ശ്രദ്ധിക്കുന്നത് കേട്ടോ. രേവതി വന്ന ഉടനെ തന്നെ പറയുന്നുണ്ട് ദേവു മോളെ ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു, ഞാൻ വേറെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് പോവുകയായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എനിക്ക് തോന്നിയിരുന്ന നാൾ ഇവിടെയൊന്നും അല്ലായിരുന്നു, എന്താ ഇത്ര വലിയ കാര്യമായിട്ട് ആലോചിക്കാനെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും സച്ചേട്ടന് ഓട്ടയല്ല ദേവു ഓടിക്കുന്നത്, ഞാൻ സച്ചേട്ടൻ ഒരു കാറ് മേടിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും ദേവുവിന് ഭയങ്കര സന്തോഷമാവട്ടെ. ദേവു പറയുന്നുണ്ട് അല്ല അതിന് മാത്രം തുക എവിടെ നിന്ന് ചേച്ചിയുടെ കയ്യിൽ നിന്ന് ചോദിക്കുമ്പോഴത്തേക്കും അതാണ് ദേവു പ്രശ്നം, കാറ് രൊക്കം പൈസക്ക് എന്തെങ്കിലും മേടിക്കാൻ നടക്കില്ല, പക്ഷെ 1 ലക്ഷം രൂപ നമ്മൾ കെട്ടിയാൽ മാത്രമാണ് അവർ ഇൻസ്റ്റാൾമെന്റ് തരികയുള്ളൂ, പക്ഷെ എൻ്റെ 1,25,000 രൂപയെ ബാക്കിയുള്ളൂ, അത് പൂമാല കെട്ടിയതിൻ്റെ ബാക്കി 25,000 രൂപയുടെ ഞാൻ എവിടെ നിന്നൊക്കെ ഒപ്പിക്കണമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ദേവുവിന് എന്തായാലും ഭയങ്കര സന്തോഷമാവട്ടെ. ദേവു പറയുന്നത് എന്തായാലും നമുക്ക് എന്തെങ്കിലും വഴി ഒപ്പിക്കാൻ ചേച്ചി സങ്കടപ്പെടുകയൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് രേവതിയെ സമാധാനിപ്പിച്ച് നിർത്തുന്ന ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.